എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഏട്ടാ, ഇവൻ എന്തിനാ അച്ഛനെ കൊണ്ടുവന്നിങ്ങനെ നോക്കൂത്തി പോലെ ഇരുത്തിയിരിക്കുന്നത്? അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. കാര്യമൊക്കെ ശരി. മോതിരം മാറ്റി ദിവസം ഉറപ്പിച്ച് ചെറുക്കൻ ഇറങ്ങിയാൽ ഉടനെ ഇന്ദുവിന്റെ ഓപ്പോളിന്റെയും കയ്യിൽ നിന്ന് ഒപ്പിട്ടു. അത് ഞാൻ ഏറ്റു. മുദ്രപത്രം എവിടെ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അവരെത്തി. നമസ്കാരം. വണ്ടി വഴിക്ക് വെച്ച് 2 തവണ ബ്രേക്ക് ഡൗൺ ആയി. അതാ ലേറ്റ് ആയ. നമസ്കാരം. ഇത് ഏട്ടത്തിമാര്. നമസ്കാരം. ഇത് പെണ്ണിന്റെ ഏട്ടന്മാരാ. മാധവമാര്, മാഹില ഇൻകം ടാക്സില്. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിയാ. ഇത് പ്രതാപൻ. തടിക്കച്ചവടം എസ്റ്റേറ്റും ഒക്കെയാ ബിസിനസ്. സന്തോഷം. അങ്ങോട്ടിരിക്കാം. വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം. അല്ല, ഈ ചെക്കൻ എന്താടാ നിനക്ക് ക്ഷീണായോ? അങ്ങനൊന്നുമില്ല. അതെ, ഒക്കെ ഒരുക്കിയിരിക്കുക. അങ്ങോട്ട് കയറിയുന്ന മോതിരം മാറിയാൽ ചടങ്ങ് തീരും. ആയിക്കോട്ടെ. വന്നാട്ടെ. ചടങ്ങ് നടക്കട്ടെ. ആ മോതിരം തട്ടിൽ നിർത്ത് വിരലി കിട്ടുള്ളൂ. എന്തിനെ കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. പയ്യനാ? എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഇയാളെ കണ്ടല്ലോ. അതോട്ടെ, എന്തായത്? ഞാൻ ഇടപെടും. എന്റെ കൂടി പെങ്ങളാ. അച്ഛനോട് ചോദിച്ചു നോക്കാം. ചിലപ്പോ ഇയാൾ അച്ഛനോട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. കേട്ടില്ലേ? വൃത്തിയായിട്ടവൻ. ഇതിവിടെ നടക്കില്ല. തങ്ങളുടെ പ്രായമുള്ള ഒരുത്തരും വെച്ചു വളമാരും വിഴുപ്പലക്കാരും എന്റെ പെങ്ങളെ ഞാൻ അയക്കില്ല. ഇരിക്കണ്ടില്ലേ? ഈ കല്യാണം കൂടാന് തൊലിക്കാനല്ല നിന്നെ വിളിച്ച. എങ്കിലും ഈ കിളവന്റെ കൂടെ നമ്മുടെ ഇന്ദുവിനെ. നമ്മുടെയോ? അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടായിരുന്നല്ലോ തറവാടിന്റെ ആധാരം വരെ വെച്ച് കളഞ്ഞു കുളിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ നീ? എന്നിട്ട് എവിടെയായിരുന്നു ഇത്രയും നാളും? ഇവിടെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ചത്തോ, എന്തെങ്കിലും ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ നീ? പറമ്പിന്ന് വീണിട്ടണ പറക്കി വിറ്റും ഈ അച്ഛന് വച്ചും വിളമ്പി ഇട്ടുമ്പോ വഴി കൂടി പോണവരുടെ വാദ്യം മുട്ടും ചൂളം വിളിയും കേട്ടു ജീവിതം മുഴുവൻ ഈ പെണ്ണീച്ച് അവിടെ തന്നെ കിടക്കണോ? തൊണ്ടും തൊടി അന്തസ്സുക്കുള്ള ആംഗ്ലമാരെ തീരുമാനിച്ച കല്യാണല്ലേ? അവളുടെ തലയിലെഴുത്ത് ഇതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ. ഓപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ കുടുംബം തൊലച്ചത് ഞാനാണെങ്കിൽ അത് രക്ഷിക്കാനും ഞാനുണ്ടാവും. ഇത്രയും നാള് കാത്തില്ലേ? കുറച്ചുകൂടി കാത്തൂടെ? ഇറച്ചിക്കോഴിയെ വെട്ടാൻ കൊടുക്കണോ അല്ലേ? എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ കൊണ്ടുപോടാ കൊട്ടാരത്തിൽ തമ്പുരാനെ. ചെറിയേട്ടാ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. മോളെ, ഈ ഏട്ടൻ ഒരുപാട് ദ്രോഹങ്ങൾ ഈ കുടുംബത്തോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അറിവുകേട് കൊണ്ട് അന്ന് പറ്റിപ്പോയതാ. തിരുത്താൻ ഒരിത്തിരി സമയം കൂടി ഏട്ടനെത്താ. കൊട്ടാരത്തിൽ നിന്നൊന്നും അല്ലെങ്കിലും നിനക്ക് ചേരുന്ന, നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ ഏട്ടൻ കൊണ്ടുവരും. വിശ്വസിക്കണോ ഈ ചെറിയേട്ടനെ? ഓപ്പോളെ, അച്ഛന്റെ സമ്മതം മാത്രം മതി എനിക്ക്. ഈ കല്യാണം അന്തസ്സായിട്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചാൽ നിർത്തും. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരിത്തിരി ദിവസം കൂടി എനിക്ക് തന്നാ മതി. അച്ഛന്റെ മനസ്സ് പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഇനി ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇറങ്ങി പോയിക്കോ എല്ലാരും ഇവിടുന്ന്.
അപ്പൊ താനിനി എങ്ങോട്ടാ പോവാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്ന് ഭ്രാന്തായി പോവും. എല്ലാരെയും പിണക്കി പറഞ്ഞു വിട്ടിട്ട് ഇന്ദുവിനെ കെട്ടിച്ചയക്കാന്ന് വാക്കുകൊടുത്തതല്ലേ. അത് നടന്നില്ലെങ്കിൽ അച്ഛനും ഓപ്പോളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ശപിക്കും. ആ ശാപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കില്ല. പിന്നെന്തിനാ ഒക്കെ കയറി ഏറ്റത്? മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ പക്ഷെ താനെവിടെ പോയിരിക്കായിരുന്നു? ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. കണ്ണിക്കൂടി മൂത്രമൊഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഏ താനെന്തിനാ കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞല്ലോ. കണ്ണിൽ കരട് പോയതാ. വണ്ടി വരുന്നുണ്ട്. ദാ ഇതിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വഴിച്ചെലവിനോലും വേണ്ടേ. തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമി ഉരുണ്ടല്ലേ. വിധിയുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. ബൈ. ഇത് നോക്കി. ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്നാ, എന്റെ കാര്യത്തിന് കൂട്ടുനിന്നാ സമ്മാനായിട്ട് ഇത് തരാം. വന്നു. തന്റെ കല്യാണം നടത്തിയിട്ടുള്ളൂ ബാക്കി കാര്യം.